സ്നേഹത്തിനും കൃതജ്ഞതക്കും കടലുകളെ വിഭജിക്കാനും പർവ്വതങ്ങളെ ചലിപ്പിക്കാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ഒരു കർക്കിടക മാസത്തെ പ്രഭാത സമയം. ദിവസങ്ങളായി തിരിമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പുലരിവെട്ടം തെളിഞ്ഞിട്ടില്ല. നിളാനദിയിലെ ഒരു കടവിലേക്ക് ഓലച്ചൂട്ടും കത്തിച്ച് ഒരു കാരണവർ കുളിക്കാനായി എത്തി. കൂടെ കൂട്ടിനായി അരുമയായ വളർത്തുനായയുമുണ്ട്. പുഴയോരത്തെ ഒരു തറവാട്ട് വീട്ടിലെ കുടുംബനാഥനാണ് ആ കാരണവർ. പ്രഭാത സ്നാനത്തിനായി എല്ലാ ദിവസവും പുലർച്ചെ 3:30 മണിക്ക് കടവിലെത്തും. അതിരാവിലെയുള്ള കുളി കഴിഞ്ഞിട്ട് വേണം തറവാട്ട് വളപ്പിലെ ക്ഷേത്രനട തുറക്കാൻ. ആ സമയം മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുന്നു. പാടവും തോടും പുഴയും ഒന്നായി ഒഴുകുന്നു. ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം കടവിലെത്തി. ഓലച്ചൂട്ട് നനയാതിരിക്കാൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റിവെച്ച് കാരണവർ കുളിക്കാനായി കൽപ്പടവിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞു. ആ സമയം വളർത്തുനായ കുരച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുണ്ടിൽ കടിച്ച് പിന്നിലേക്ക് വലിച്ചു. കാരണവർ അമ്പരന്നു. 2-3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിള നിറഞ്ഞൊഴുകുന്നു. ഏറ്റവും മുകളിലെ കൽപ്പടവിനെയും മൂടിക്കൊണ്ട് പുഴ അങ്ങനെ ഒഴുകുകയാണ്. വല്ല പാമ്പിനെയോ മറ്റു ക്ഷുദ്രജീവികളെയോ കണ്ടിട്ടാണോ നായയുടെ വെപ്രാളമെന്ന് കരുതി ഓലച്ചൂട്ട് വീശി അവിടമാകെ പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. നായയുടെ കുരയും ബഹളം വയ്ക്കലും തുടർന്നുകൊണ്ടിരുന്നു. കാരണവർ വീണ്ടും കടവിലേക്കിറങ്ങാൻ തുനിയവേ നായ പിന്നെയും മുണ്ടിന് കടിച്ച് പിന്നിലേക്ക് വലിച്ചു. ഈ നായയ്ക്ക് ഇതെന്തു പറ്റി എന്ന് കാരണവർ ചിന്തിച്ചു. ഇനി പുഴ നിറഞ്ഞൊഴുകുന്നതും കലങ്ങിമറിഞ്ഞതും കണ്ടിട്ടുള്ള അങ്കലാപ്പായിരിക്കും എന്ന് കരുതി ഒരു ചെറിയ വടിയെടുത്ത് നായയെ തല്ലാനായി ഓങ്ങി. തല്ലാനായി മുതിരുന്നത് കണ്ട് നായ അല്പം പുറകിലോട്ട് മാറി. ആ തക്കത്തിൽ നിമിഷനേരം കൊണ്ട് കാരണവർ കൽപ്പടവിലേക്ക് ഇറങ്ങി. അതേ നിമിഷം തന്നെ അതിവേഗത്തിൽ കുതിച്ചു വന്ന നായ കാരണവരുടെ തൊട്ടു മുന്നിലേക്ക് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഒരു നിമിഷം വെള്ളമൊന്ന് ഇളകി മറിഞ്ഞു. നായ വെള്ളത്തിൽ കാരണവരുടെ മുന്നിലായി കൈകാലിട്ടടിച്ചു. എന്തോ മൽപ്പിടുത്തം നടത്തുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കാരണവർ പകച്ചു നിന്നു. ഓലച്ചൂട്ടെടുത്ത് മിന്നിച്ചു നോക്കിയപ്പോൾ ഒരു വലിയ മുതല നായയുടെ പകുതിയോളം അകത്താക്കിയിരിക്കുന്നു. വെളിച്ചം കണ്ടതോടെ മുതല നായയെയും കൊണ്ട് നിളയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. കാരണവർക്ക് തല കറങ്ങുന്നതായി തോന്നി. ലോകം തന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു. അദ്ദേഹം കൽപ്പടവിൽ തളർന്നിരുന്നു. വെള്ളത്തിൽ അല്പം മുമ്പ് ഉണ്ടായിരുന്ന അലയൊലികൾ നിലച്ച് കടവ് ശാന്തമായി. പരിഭ്രമത്തോടെയും വേദനയുടെയും കാരണവർ വീട്ടിലേക്ക് ഓടിക്കിതച്ചു വരുന്ന കാരണവരെ കണ്ട് ഭാര്യ പരിഭ്രമിച്ചു. എന്ത് പറ്റി? എന്താണിങ്ങനെ കിതക്കുന്നത്? ഭാര്യ ചോദിച്ചു. ഒന്നും പറയാനാവാതെ കാരണവർ കിതച്ചു. നിങ്ങൾ കുളിച്ചില്ലേ? ക്ഷേത്രനട തുറന്നില്ലേ എന്നൊക്കെ ഭാര്യ അന്വേഷിച്ചു. ഇല്ല, ഞാൻ കുളിച്ചിട്ടില്ല. ക്ഷേത്രനട ഇന്ന് തുറക്കുന്നില്ല, കാരണവർ പറഞ്ഞു. എന്തു പറ്റി? എന്താ നട തുറക്കാത്തത്? അങ്കലാപ്പോടെ ഭാര്യ ചോദിച്ചു. എനിക്ക് പുലയാണ്, കാരണവർ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. അതിന് ആര് മരിച്ചു? ഭാര്യ ചോദിച്ചു. അച്ഛൻ മരിച്ചു എന്ന് കിതച്ചുകൊണ്ട് കാരണവർ പറഞ്ഞു. അതിന് നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര കാലമായി? നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നായി ഭാര്യ. രക്ഷിക്കുന്നവനാണ് അച്ഛൻ. ആ അച്ഛൻ മരിച്ചിരിക്കുന്നു. എനിക്ക് പുല ആചരിക്കേണ്ടതുണ്ട്. അമ്പരന്ന് പോയ ഭാര്യയോട് വ്യസനത്തോടെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. നായയുടെ നന്ദിയും ത്യാഗവും അറിഞ്ഞ ആ സ്ത്രീയുടെ നയനങ്ങളും സജലങ്ങളായി. ഒരു വളർത്തുനായയുടെ നന്ദിയിൽ ചാലിച്ച ജീവാർപ്പണത്തിന്റെ സംഭവകഥയാണിത്. ഒരു മിണ്ടാപ്രാണിക്ക് അതിന്റെ യജമാനനോടുള്ള നന്ദിയാണ് ഇവിടെ കണ്ടത്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ പോലും അത് തയ്യാറായി. വിശുദ്ധ ഖുർആനിൽ കുതിര അതിന്റെ യജമാനനോടുള്ള സ്നേഹത്താൽ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നതിനെ പറ്റി ഒരു അധ്യായം തന്നെയുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളും പുണ്യപുരുഷന്മാരും നന്ദിയുടെ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് ഞാൻ ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുമെന്നും വേദഗ്രന്ഥങ്ങളിൽ കാണാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും നന്ദിയോടെയായിരിക്കണം ഇന്ന്. വലിയ സന്ദേശമാണ് ഈ കഥ പകരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.